അസ്സലാമു അലൈക്കും. ഇവിടെ നിന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് ബസുമതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിങ്ങാണ്ട് ഇപ്പോൾ മാറ്റി അരിപ്പയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെയാണ് ഇതിലേക്ക് വല്ല ഇൻഗ്രീഡിയൻസ് മൊത്തം. പിന്നെ ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുക. തിളച്ച വെള്ളത്തേക്ക് വേണം കേട്ടോ അരി ഇടാൻ. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങാനീരും ചേർത്ത് അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസ്. ഇനി ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനിക്ക് ഇട്ട മസാല അറിയണത് കാശ്മീരി ചില്ലി പൊടി 1 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പായിട്ട് ചേർത്തിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ചിക്കൻ ആയി തുടങ്ങി കേട്ടോ. നമുക്കത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് മുട്ട അതിൽ ചിക്കിയെടുക്കുക. ഈ ഓയിൽ തന്നെ. ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. പിന്നെ മുട്ട ചിക്കനിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അത് ചിക്കിയെടുക്കുകയാണ് വേണ്ടത്. മുട്ട ചിക്കിയത് പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലിനെ ഇപ്പോൾ വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കൽ. വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളത് അവനാണ് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചതച്ചത്. അത് റെഡ് കളറാകണത് വരെ ഒന്നിങ്ങനെ വഴറ്റിയിട്ട് കുറച്ച് ചെറിയ വലിയുള്ളി മതി. ചെറിയ വലിയുള്ളി പിന്നെ നമ്മൾ ഒരു മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നിങ്ങനെ വന്നിട്ട് പിന്നെ അതൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്ഷനലാണ് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ക്യാരറ്റും ബീൻസും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലേ നമ്മൾ, അത് ചേർത്തി കൊടുത്തു. പിന്നെ ഇപ്പോൾ ക്യാബേജും കൂടെ കേട്ടോ ഇപ്പോൾ ചേർത്തി കൊടുത്തത്. അതൊക്കെ നമ്മൾ മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ. പിന്നെ കോളിഫ്ലവറും ഒക്കെ നമ്മൾക്ക് എത്രമാത്രം വെജിറ്റബിൾസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ശരിക്കും നന്നായി ഇളക്കി കൊടുത്താലേ ആ മാഗി ക്യൂബിൻ്റെ മസാല എല്ലാ വെജിറ്റബിൾസും പിടിക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും. പിന്നെ ഒരു പാകത്തെ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുക. ഒരു ശരിക്കും ഇളക്കി എടുത്തിട്ടേ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ അത് ഒരു പകുതി വേവായി കിട്ടും. പിന്നെ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തിയത് കേട്ടോ. ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ചേർത്തി. പിന്നെ മുട്ട ചിക്കി വെച്ചിരുന്നില്ലേ ഞാൻ, അപ്പം അത് ചേർക്കുക. ചിക്കനും ചേർത്തി കൊടുക്കാം. നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ വേവേ റൈസിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഊറ്റിയിട്ട് അത് പാത്രത്തിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി മിക്സ് ആവണം കേട്ടോ. ഈ ചൂടാറിയ റൈസ് നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. നല്ലോണം തണുക്കണത് നല്ലതാണ്. ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെക്കാം. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ വെച്ചിങ്ങാണ്ടും തണുപ്പിക്കാം കേട്ടോ. റൈസിൻ്റെ ഒരു 90% വേവൊക്കെ ആയാൽ മതി കേട്ടോ. അതിങ്ങനെ വിട്ട് നിൽക്കണമെങ്കിൽ അപ്പോഴേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആ മസാലയും വെജിറ്റബിളും ചിക്കനും റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ കാണാനൊക്കെ നല്ലൊരു കളർഫുള്ളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മിക്സായി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ല് വരും കേട്ടോ. ഇപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ക്യാപ്സിക്കത്തിന് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു എരിവിരുന്നോട്ട് വിചാരിച്ചിട്ട്. പിന്നെ കുരുമുളക്, പിന്നെ നമ്മൾ മല്ലിച്ചപ്പാണ്, പിന്നെ മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കുരുമുളകും മല്ലിച്ചപ്പും നന്നായിട്ട് റൈസൊക്കെ മിക്സ് ആവുന്ന രൂപത്തിൽ ശരിക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടേ ആ മസാല ഒന്നും കൂടി അതിക്കൊന്ന് ഇടാവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇതാണിത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു.